ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും തന്നെ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ദേ നമുക്ക് നമ്മുടെ മക്കളുടെ സ്കൂളൊക്കെ തുറന്നില്ലേ. ഇനി എല്ലാ അമ്മമാരുടെയും മെയിൻ തലവേദന എന്ത് ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമെന്നല്ലേ. രാവിലെ ഇരുന്നിട്ട് നമ്മുടെ തിരക്കുകൾ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പം മക്കൾ കഴിക്കുകയും വേണം, അന്ന് അതൊന്ന് ഹെൽത്തി ആവുകയും വേണം അല്ലേ. അപ്പം അതിനുള്ള എനിക്കറിയാവുന്ന കുറച്ച് കുറുക്കുപണികളൊക്കെ ഞാനും പറഞ്ഞു തരട്ടെ. അപ്പോൾ ദേ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് തക്കാളി ചോറ് എന്നൊക്കെ പറയാം, എന്നാലും അതെ അങ്ങനെ തന്നെ പറയുകയും ചെയ്യാം. ഇതാരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എൻ്റേതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദേ നമുക്കിത്തിരി നെയ്യ് തന്നെ ഒഴിച്ചുമ്പോൾ കാര്യങ്ങളൊക്കെ നടത്താം. അപ്പോൾ അല്പം നെയ്യ് ഒഴിച്ചു, അതിലേക്ക് സവാള ഇട്ടു, അതൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദേ തക്കാളി കുട്ടനെയും കൂടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലേ മക്കളുടെ ഉള്ളിലേക്ക് പച്ചക്കറി ചെല്ലുകയും ചെയ്യും, അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്തോളും. ഇവിടെ നിന്ന് എൻ്റെ മോള് എന്നിട്ട് പറഞ്ഞത് അമ്മയെ തക്കാളി ചോറ് ഉണ്ടാക്കി തന്നോട്ടോ നാളെ എന്നുള്ളത്. ആയിക്കോട്ടെ, അവരിഷ്ടം പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ ദേ അതിലേക്ക് അല്പം കൂടി ഉപ്പൊക്കെ ഇട്ടുണ്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ആ തക്കാളിയൊക്കെ ഒന്ന് ഉടയണ രീതിയിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അയ്യോ അതിൻ്റെ ഇടയ്ക്ക് മറന്നുപോയി, ഞാൻ ഇത്തിരി ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്രേറ്റ് ചെയ്തിടുന്നതായിരിക്കും ഇത്രയും കൂടി നല്ലത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പിറക്കി കടികളയാൻ പറ്റും. പക്ഷേ ഇതാവുമ്പോൾ അങ്ങനെ ആവില്ല, ആ ചോറിൽ അത് കുഴഞ്ഞത് അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ ദേ ഒരു ക്യാരറ്റും കൂടി ഞാൻ ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ അതും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദേ നല്ലോണം വഴണ്ടും വന്നിട്ടുണ്ട്, തക്കാളി അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് മക്കൾക്ക് എന്തോരം എരിവ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ദേ ഞാൻ ഇവിടെ അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം കായപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ ടേസ്റ്റും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൊടികൾ ചേർക്കാം കേട്ടോ. ഇവിടെ എൻ്റെ മൂക്ക് ഇത് മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദേ അതൊക്കെ ഇട്ടുകൊണ്ട് അതിൻ്റെ പച്ചമണം പോണ വരെ നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴിയും രേഖപ്പെടുത്തണം കേട്ടോ. ഇനി ഇതേ അതിലേക്ക് ഞാൻ ഒരു മുട്ടയും കൂടി കൊത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഇത്തിരി അല്പം ഉപ്പിട്ടുകൊണ്ട് അതൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ മുട്ടയും ചെന്നോളും ക്യാരറ്റും ചെന്നോളും എല്ലാനും അവരുടെ വയറ്റിൽ ചെന്നോളും. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ മോളാകതെ ഈ മുട്ട പൊരിച്ചത് മാത്രം എൻ്റെ വയറ്റിലേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ കുസൃതിപ്പണി ഇട്ട് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗി, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ട് ഇനി നമുക്കതിലേക്ക് ഞാൻ ഇവിടെ ബസ്മതി റൈസാണ് ഇടണേ. ഇല്ലെങ്കിൽ നമ്മുടെ സാധാ ചോറായാലും നമുക്ക് വേവിച്ചിട്ട് അധികം കുഴഞ്ഞു പോവാത്ത ചോറിട്ടോ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഇതിൽ ബസ്മതി റൈസ് എൻ്റെ ഉള്ളതുകൊണ്ട് ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടോ? ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഇതിൽ ഒന്നും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ ഒരു തുടക്കക്കാരി മാത്രമാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടല്ല കേട്ടോ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് തന്നോട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മുതൽ ഇങ്ങനത്തെ ലഞ്ച് റെസിപ്പി ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഓരോ ലഞ്ച് ബോക്സ് റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ദേ നമ്മുടെ ഇവിടുത്തെ തക്കാളിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് അങ്ങോട്ട് ആക്കിയാലോ. അപ്പോൾ ദേ അവർക്ക് ആവശ്യമുള്ളതൊക്കെ ദേ നമ്മൾ പാത്രത്തിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തക്കാളി സോസ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രം മതി, അവർ മൊത്തത്തിലത് കഴിച്ചോളും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് അച്ചാറോ അല്ലെങ്കിൽ തൈരോ എന്ത് കൊടുത്തു കഴിഞ്ഞാലും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തക്കാളി സോസ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് തക്കാളി സോസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ.